വർഷം പിന്നിട്ട ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് വെള്ളിയാഴ്ച നടക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. അലാസ്കയിലെ സേനാതാവളത്തിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. എന്നാൽ ഈ ചർച്ചയ്ക്ക് മുൻപ് ഉത്തര കൊറിയൻ ഭരണാധികാരിയുമായി റഷ്യൻ പ്രസിഡന്റ് ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കിം ജോങ് ഉന്നുമായി ചൊവ്വാഴ്ച പുടിൻ ഫോണിൽ സംസാരിച്ചു. ട്രംപുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ പുടിൻ കിമ്മിനോട് പങ്കുവച്ചതായും ഉത്തര കൊറിയൻ വാർത്താ ഏജൻസികൾ അറിയിച്ചു. ഉക്രൈനെതിരെ പോരാടാൻ റഷ്യയെ സഹായിക്കുന്നതിനായി 15,000 പട്ടാളക്കാരെ കിം അയച്ചിരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ തലത്തിലേക്ക് വളരുകയാണ്. റഷ്യയ്ക്ക് ആയുധങ്ങളും തൊഴിലാളികളെയും നൽകി ഉത്തര കൊറിയ ഈ ബന്ധത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പുടിൻ കിം സൗഹൃദം ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതാണ്. 1867 റഷ്യയിൽ നിന്ന് US വാങ്ങിയ അലാസ്കയിലെ ഏറ്റവും വലിയ നഗരമായ ആങ്കറേജിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന US-ന്റെ ജോയിന്റ് ബേസ് എൽമെൻഡോഫ് റിച്ചാർഡ്സ് ആണ് ചരിത്രപരമായ ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ വേദി. 4 വർഷത്തിനു ശേഷമാണ് റഷ്യ US രാഷ്ട്രതലവന്മാർ നേരിട്ട് കാണുന്നത്. പുടിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന കൂടിക്കാഴ്ചയാണിതെന്നും US വിദേശകാര്യ വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി യൂറോപ്യൻ രാജ്യങ്ങളോടും US-നോടും ഉക്രൈന്റെ നിലപാടറിയിക്കാൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ബുധനാഴ്ച ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെത്തി ചാൻസലർ ഫ്രീഡ്രിക് മെർസുമായി ചർച്ച നടത്തി. അതിനു മുൻപായി ഇരുവരും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവരുമായി ഫോണിലും സംസാരിച്ചു. സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ട്രംപുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ നേതാക്കൾ മഹത്തുക്കളാണെന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. 30-ലേറെ രാജ്യങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് സെലൻസ്കി ബെർലിനിലെത്തിയത്. ഇതിനിടയിലും കിമ്മുമായി പുടിൻ ഫോൺ സംഭാഷണത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയായെന്നും അറിയേണ്ടതുണ്ട്. ഉക്രൈൻ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഒറ്റപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സഹകരണമാണ് നടത്തിയത്. ഉക്രൈൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് 10,000 ഉത്തര കൊറിയൻ സൈനികരെ റഷ്യൻ സൈനികർക്കൊപ്പം പോരാടാൻ അയച്ചിട്ടുമുണ്ട്. റഷ്യയ്ക്ക് മിസൈലുകൾ, പീരങ്കി ഷെല്ലുകൾ, തൊഴിലാളികൾ എന്നിവയും ഉത്തര കൊറിയ നൽകിയതായാണ് റിപ്പോർട്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ച് റഷ്യയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കം യുദ്ധം സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റഷ്യയുടെ തന്ത്രപരമായ കഴിവിനെയാണ് കാണിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് ഉത്തര കൊറിയ നൽകുന്ന സൈനിക സഹായം റഷ്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇത് റഷ്യൻ സൈനിക നീക്കങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ റഷ്യയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഉത്തര കൊറിയൻ തൊഴിലാളികൾ സഹായകമാകുകയും ചെയ്തു. ജൂലൈ 12 നടന്ന കൂടിക്കാഴ്ചയിൽ ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തര കൊറിയ നൽകിയ സൈനിക സഹായത്തിന് പുടിൻ കിമ്മിനോട് നന്ദി അറിയിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആഴ്ച റഷ്യൻ സൈന്യം കിഴക്കൻ ഉക്രൈനിലെ ഡോബ്രോ ലിപ്പിക്ക് സമീപം പുതിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10 കിലോമീറ്ററിലധികം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ക്രെംലിൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ സൗഹൃദം, നല്ല അയൽപ്പക്കം, സഹകരണം എന്നിവ കൂടുതൽ വികസിപ്പിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. അലാസ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ട്രംപുമായുള്ള ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുടിൻ കിമ്മുമായി പങ്കുവച്ചതായും ക്രെംലിൻ അറിയിച്ചു. എന്നാൽ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇത് സംബന്ധിച്ച് പരാമർശങ്ങളില്ല. റഷ്യയിലെ കുർസ്ക് മേഖലയുടെ വിമോചനത്തിൽ ഉത്തര കൊറിയ നൽകിയ സഹായത്തെ പുടിൻ പ്രശംസിച്ചു. റഷ്യയുടെ കുർസ്ക് മേഖലയെ വിമോചിപ്പിക്കുന്ന നടപടിയിൽ ഉത്തര കൊറിയ നൽകിയ സഹായത്തിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നന്ദിയും അറിയിച്ചു. കഴിഞ്ഞ വർഷം ഉക്രൈൻ സൈന്യം നടത്തിയ ആക്രമണം താൽക്കാലികമായിരുന്നു. എന്നാൽ റഷ്യൻ സേനയുടെ പ്രതികരണത്തിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ഉക്രൈന്റെ ഏകദേശം 20% പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ട്. ഇത് റഷ്യയുടെ പ്രതിരോധശേഷിയും തന്ത്രപരമായ ശക്തിയും തെളിയിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഉത്തര കൊറിയൻ നേതാവും റഷ്യൻ പ്രസിഡന്റും എന്താണ് സംസാരിച്ചത് എന്നും എന്താകും ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമെന്നും ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കാണുമോ എന്നുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.